അത് രണ്ട് വിരലുകൾ കൊണ്ട് ഇങ്ങനെ കുത്തി അമർത്തിയ ഒച്ച പോലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ദൈവവചനത്തിൻ്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കോ നമ്മുടെ കൂടെയുള്ള പലർക്കും പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ഇഷ്ടമില്ല. ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നത് രാജ്യമായാലും വ്യക്തിയായാലും പ്രസ്ഥാനമായാലും സംവിധാനമായാലും എന്തുവായാലും അതിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ ആ വാക്യത്തിലേക്ക് വരുന്നു. സങ്കീർത്തനം 80-8 വാക്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സീക്രട്ട് അറിയണമല്ലോ. എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളൊക്കെയല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ഈ വചനം ശ്രദ്ധിച്ച് സങ്കീർത്തനം 80-8 വാക്യം, ഈജിപ്തിൽ നിന്ന് അവിടുന്നൊരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അതാണ് 8 വാക്യം. എന്താ ശ്രദ്ധിച്ചു കേട്ടോ? ദൈവമായ കർത്താവ് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് അവിടെ നട്ടൂന്ന്. അത് ശരിക്കും വൃത്തിയായിട്ട് നട്ടു. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ദൈവം നട്ട ജീവിതങ്ങളാണ്. കുടുംബജീവിതത്തിൽ ജീവിക്കുന്നവരാകാം, സമർപ്പിതരാകാം. ദൈവം നട്ടവരാണ് നിങ്ങൾ. ദൈവം നട്ട ജീവിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവം നട്ടവരാണ്. ദൈവം നടുന്നതിൻ്റെ പ്രത്യേകത കേട്ടോണം. ദൈവം നടുന്നതിൻ്റെയും ദൈവം വളർത്തുന്നതിനെല്ലാം പ്രത്യേകതകളുണ്ട്. ദൈവം നട്ടു എന്നെഴുതിയിരിക്കുന്നു 8 വാക്യം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഒരു കുടുംബത്തിലെ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മകൻ മകൾ മക്കളെന്ന നിലയിൽ, വല്യപ്പച്ചൻ വല്യമ്മ എന്ന നിലയിൽ, ഒരു സമർപ്പിതൻ, ഒരു അച്ഛൻ, ഒരു വൈദികൻ എന്ന നിലയിലൊക്കെ ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് അഭയമായി ഒരു ജോലി തന്ന് ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. ശുശ്രൂഷയിൽ നട്ടുപിടിപ്പിച്ചത് ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. തനിയെ വളർന്നു വന്നവരല്ല ആരും, ദൈവം നട്ടുപിടിപ്പിച്ചവരാണ്. അടുത്ത വാക്യം, നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി. ഒരു വലിയ തടം, തെങ്ങിന് തടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിന് വെള്ളവും വളവും ഒക്കെ സുരക്ഷിതമായി കൊടുക്കാൻ അതിന് തടമൊരുക്കി. ദൈവം നട്ടിട്ട് പിന്നെ വേറൊരു വഴിക്ക് പോകുന്ന കർഷകനെക്കുറിച്ചല്ല, അതിന് വേണ്ടത് അതിനൊരുക്കി കൊടുക്കും. ദൈവം നട്ട കുടുംബമാണ് നിങ്ങളുടേത്. ദൈവം നട്ടിട്ട് പോവുകയല്ല, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായത് തടമൊരുക്കി തരും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരു തടം പോലെ ഒരുക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തടം ഒരുക്കി, അത് വേരൂന്നി വളർന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം നട്ടത് എങ്ങനെയാണ് വളർന്നത്? അത് വേരൂന്നി വളർന്നു എന്ന് എഴുതിയാൽ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം നട്ടത് വേരൂന്നി വളരും. ദൈവം നട്ട ശുശ്രൂഷയാണോ നിൻ്റേത്? അത് വേരൂന്നി വളരും. ദൈവം നട്ട കുടുംബജീവിതത്തിലാണോ നീ ഉള്ളത്? അത് വേരൂന്നി വളരും. ദൈവം നട്ട വിദ്യാഭ്യാസത്തിലാണോ നീ മുന്നോട്ട് പോകുന്നത്? അത് വേരൂന്നി വളരും. ദൈവം തന്ന സ്വപ്നമാണോ നിനക്ക് രക്ഷപ്പെടണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം ദൈവം നട്ടതാണോ? അത് വേരൂന്നി വളരും. ദൈവം നട്ട ബിസിനസ്സാണോ? അത് വേരൂന്നി വളരും. ദൈവം നട്ടതാണോ? അത് തളരില്ല, അത് വേരൂന്നി വളരും. ദൈവം എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വേരൂന്നി വളരാനുള്ളതാണ്, അല്ലാതെ തളരാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് 80 സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. നിങ്ങളും ആ ബൈബിൾ ഒന്ന് തുറന്നു വയ്ക്ക്, 80 അധ്യായം തുറന്നു വയ്ക്ക്. അതിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ചു നോക്ക്. അതെങ്ങനെയാണ് വളർന്നതെന്ന്. അത് വേരൂന്നി വളർന്നു എന്നാണ്, അല്ലാതെ എങ്ങനെയേലും വളർന്നു എന്നല്ല. എങ്ങനെയേലും വളർന്നതൊക്കെ എപ്പോഴൊക്കെയോ ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേരൂന്നി വളർന്നതൊക്കെ നിലനിന്നിട്ടുണ്ട്. വേരൂന്നി വളരണം. നിങ്ങളുടെ മക്കളോട് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്തിലും വേരൂന്നി വളരണമെന്ന് പറ. വേരൂന്നിയാണ് വളരേണ്ടത്. നമ്മളതിന് ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭാഗമാണ് എന്ത് വളർച്ച, എന്ത് വേരൂന്നി വളരുന്നത്. വേരൂന്നി വളരുന്നതിനൊക്കെ വിലയുണ്ട്. വേരൂന്നി വളർന്നത്, ദൈവം നട്ടത് വേരൂന്നി വളരും. ഇനി എങ്ങനെ വളർന്നു, എന്തേരെ വളർന്നു എന്നറിയണമല്ലോ. അതാണ് 10 വാക്യം. 9 വാക്യത്തിൻ്റെ 2 ഭാഗം ഇങ്ങനെയാണ്.
അത് വളർന്നിട്ട് ദേശം മുഴുവൻ പടർന്നു എന്ന്. എന്താണ് ഒരു ദേശം? ഒരു പഞ്ചായത്ത്, അതൊക്കെ ഒരു ദേശം എന്ന് പറയുന്നത്. ഒരു ദേശം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ലിമിറ്റഡ് പരിധി ഒന്ന് കണ്ടോളൂ. അങ്ങനെ ഒരു മുന്തിരിവള്ളി ഒരു ദേശം മുഴുവൻ പടരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മുന്തിരിവള്ളിയാണേലും അതിനൊരു ഇത്ര ദൂരത്തിലൊക്കെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ പോയി പടരത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കാലാവധി കഴിയും, അതിൻ്റെ ആ ശക്തി കഴിയും, അവിടെ കൊണ്ട് നിൽക്കും. ഒരു ദേശം എന്ന് പറയുന്നത് എന്തേറെ വിസ്താരമുള്ള ഒരു പ്രദേശമാണ്. ദൈവം നട്ടത് അസാധാരണമായി വളർന്നു എന്ന് അതിൻ്റെ അർത്ഥം. ദേശം മുഴുവൻ അങ്ങ് വളർന്നു. ഇത് വാക്യം തീരുന്നില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 10ാമത്തെ വാക്യം. അതിൻ്റെ തണലുകൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റ ദേവദാരുക്കളും മൂടിപ്പോയി. അപ്പം നിസ്സാരമല്ലായിരുന്നു വളർച്ച, സാധാ വളർച്ചയൊന്നുമല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള മുന്തിരിവള്ളി ഇത്രയൊക്കെ വളർന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ നട്ടതാണ്. ഏതെങ്കിലും സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഒരു മുന്തിരിയുടെ ചോടും അടുത്ത മുന്തിരിയുടെ ചോടും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ശിഖരങ്ങൾക്ക് എത്ര വീതി, എത്ര നീളമുണ്ട്, അതിൻ്റെ ശിഖരങ്ങൾ എത്ര നീളത്തിൽ അത് പോകുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതവിടെയുള്ള മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു കർഷകനോട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങളും കണക്കുകളും കിട്ടും. ഒരിക്കലും ഒരു കൃഷിക്കാരൻ നട്ടിട്ട് ദേശം മുഴുവൻ വളർന്ന ഒരു മുന്തിരിവള്ളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരു കർഷകനും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു, അവരിങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ ദൈവം നട്ടത് അത് വല്ലാതെ വളർന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തോ, ദൈവം നട്ടത് അസാധാരണമായി വളരും. ഈ വളർച്ചയെല്ലാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം നട്ടതെല്ലാം വളരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലല്ല, അസാധാരണമായി വളരും. ദേശം ഇത് നോക്കൂ, ഈ വാക്യം എഴുതിയിരിക്കുന്നതും ശ്രദ്ധിക്കണം. അത് വളർന്നിട്ട് ഈ മുന്തിരിയുടെ തണലുകൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകളും മൂടിപ്പോയി. അതായത് വലിയൊരു മല അതുവരെ മൂടിപ്പോയെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, ഇതിൻ്റെ വളർച്ചയുടെ വേഗതയും വളർച്ചയുടെ ശക്തിയും. അത് വല്ലാതെ മൂടി. അടുത്തത്, അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് സമുദ്രമുള്ള സ്ഥലം വരെയും ഇതിൻ്റെ ശേഖരം നീണ്ടുപോയെന്ന്, നദി വരെയും നീണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ നീളം കിലോമീറ്ററോളം ഇതങ്ങ് നീണ്ട്. ഇതിൻ്റെ വളർച്ചയുടെ പ്രത്യേകതയാകട്ടോ എഴുതിയിരിക്കുന്നത്. ഇതൊരു മുന്തിരിവള്ളിയുടെ നിങ്ങൾ കണ്ട ഒരു പ്രത്യേക ഇനം മുന്തിരിയിൽപ്പെട്ട മുന്തിരിയുടെ വളർച്ചയെക്കുറിച്ചല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ദൈവം നട്ട മുന്തിരി, ദൈവം നട്ട ജീവിതം, ദൈവം നട്ട സ്വപ്നം. അതാണ് ഈ ദൈവം നട്ടതൊന്നും തളരത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നം നട്ടു. ഒരു സ്വപ്നം, അത് പുള്ളി സഹോദരന്മാരോട് പറഞ്ഞു. അതാ അവരുടെ പ്രശ്നം. ഇവർ വിചാരിച്ചതെന്നറിയാമോ, ഇവനെ കിണറ്റിലിട്ടാൽ ഇവൻ്റെ സ്വപ്നവും കിണറ്റിപ്പോകുന്ന. ദൈവം നട്ടത് കിണറ്റിപ്പോകും, ഇവൻ രക്ഷപ്പെടിയാലെന്നാണ് ഓർത്തത്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾക്ക് കിണറ്റിലിടാം, എന്നെ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷെ ദൈവം എനിക്ക് തന്നതിനെ, എൻ്റെ ദർശനത്തെ, നിലപാടുകളെ, എൻ്റെ ബോധ്യങ്ങളെ, എനിക്ക് ദൈവം തന്ന കൃപാവരങ്ങളെ വേറൊരാൾക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അത് വളരും, അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരും, അത് അസാധാരണമായി അത് വളരും. ആ ചെടിയുടെ പ്രത്യേകത കൊണ്ടല്ല, നട്ട ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ടോ? സ്വന്തം കഴിവിലും വളരും, സ്വന്തം ബുദ്ധിയിലും വളരും. പ്രിയപ്പെട്ടവർ, അതെല്ലാം സത്യമാണ്. ഒരു പ്രാർത്ഥിക്കാത്തവനും ഒരു ദൈവവിശ്വാസം ഇല്ലാത്തവനും വളരും, വീട് വെക്കും, കാറ് മേടിക്കും, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം നട്ടത് എങ്ങനെ വളരും? അസാധാരണമായി വളരും. അത് വേരൂന്നി വളരും, അത് ദൈവത്തിൽ അത് വളരും. അങ്ങനെ വേണം നമ്മൾ വളരാൻ. വളർന്നു. പക്ഷേ 12ാമത്തെ വാക്യം എനിക്കൊരു സംശയം ഉണ്ടാക്കി. എഴുതിയിരിക്കുകയാണ്, അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? എല്ലാം വളർത്തിയതെല്ലാം ദൈവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ മതിൽ അങ്ങ് തകർത്തു കളഞ്ഞു. ഒരു കാരണമുണ്ട്. വളർന്നു കഴിഞ്ഞപ്പോൾ ഈ നട്ടവരെ മറന്നുപോയി, വളർത്തിയവനെ മറന്നപ്പോൾ ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളഞ്ഞു. എനിക്ക് നിങ്ങളോട് അതുകൊണ്ടാണ് ഇതിൻ്റെ 80ാം സങ്കീർത്തനത്തിൻ്റെ 18ാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ എന്താ ഇങ്ങനെ ഉണങ്ങിപ്പോകാൻ കാരണമെന്ന് മനസ്സിലായി, ഞങ്ങൾ അത്രയും വളർന്നായിരുന്നു, ഞങ്ങൾ തകർന്നു പോകാൻ കാരണം മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. എന്തിനാ വാക്ക് എഴുതിയത് അവിടെ?
80-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ആ വാക്യം അവിടെ എഴുതേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ദൈവം നട്ടു, അത് അസാധാരണമായി വളർന്നു, നദി വരെ അതിൻ്റെ ശിഖരങ്ങൾ നീണ്ടു, സമുദ്രം വരെ അത് നീണ്ടു. അതിൻ്റെ വളർച്ച കൊണ്ട് വലിയ മലകൾ പർവ്വതങ്ങൾ പോലും മൂടിപ്പോയി. എന്തൊരു വളർച്ചയാണിത്! പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനെന്തോ ഭാവമാണ്, ഞാൻ വലിയൊരാളാണ്, ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളഞ്ഞു. ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് സങ്കീർത്തകൻ ഈ മുന്തിരി പ്രാർത്ഥിക്കുന്ന പോലെ എഴുതിയിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയില്ല. ഞങ്ങളുടെ തോൽവിയുടെയും പരാജയത്തിൻ്റെയും കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവർ, എത്ര വലുതായാലും എത്ര ഉയർന്നാലും നട്ടവനെയും വളർത്തിയവനെയും മറക്കരുത്. നിങ്ങളെ നട്ട ഒരു ദൈവമുണ്ട്, നിങ്ങളെ വളർത്തിയ ദൈവമുണ്ട്. നിങ്ങളെ വളർത്തിയ ദൈവത്തെ പോലെയുള്ള ചില മനുഷ്യരും നിങ്ങളുടെ കൂടെയുണ്ട്. അവരെയൊന്നും മറക്കരുത്. ചിലരൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ പലതും മറന്നുപോയി. അതാണ് പലരും താഴെ വീണു പോകാൻ കാരണം. അഹങ്കരിച്ചാൽ കാട്ടി നിൽക്കുന്ന ഓക്കുമരമാണേലും മണ്ണിൽ പോകും സുഹൃത്തെ എന്നൊരാൾ പറഞ്ഞതുപോലെ അത് ഓർക്കുന്നത്. അതായത് കാട്ടി നിൽക്കുന്ന വലിയ ഓക്കുമരം വലിയ ആളാണ്, മറ്റു മരങ്ങളെക്കാൾ വണ്ണവും മറ്റു മരങ്ങളെക്കാൾ പവറും വേരുറപ്പുമുള്ള ഓക്കുമരമാണേലും അഹങ്കരിച്ചാൽ അത് മണ്ണിൽ കിടന്നു പോകും, മണ്ണിൽ പോകും. അതുപോലെ തന്നെയാണ് അഹങ്കരിക്കുന്ന മനുഷ്യരും. പരിശുദ്ധ അമ്മയുടെ ആ ഒരു കൃതജ്ഞതാ പ്രാർത്ഥനയിൽ എഴുതിയിട്ടില്ലേ, അഹങ്കരിക്കുന്നവരെ ഇരിക്കുന്നത് സിംഹാസനത്തിലാണേലും ദൈവം അവിടുന്ന് അവനെ മറിച്ചിടുമെന്ന് അഹങ്കരിക്കരുത്. ഒരിക്കലും അഹങ്കരിക്കരുത്. വീട് വന്നു, കാറ് വന്നു, കളറ് വന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കരുത്. ദൈവം നട്ട ജീവിതമാണ് നിങ്ങളുടേത്. ദൈവം തരാത്ത ഒന്നും നിൻ്റെ ജീവിതത്തിൽ ഇല്ല. ദൈവം തന്നതാണ് നിനക്കുള്ളത്. അഹങ്കരിക്കരുത്. അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളയും. മതിൽ പൊളിച്ചു കളഞ്ഞാൽ എന്നാ സംഭവിക്കും? ഞാൻ ഇത്രയും വളർന്ന ആളല്ലേ, ഞാനൊന്നും താഴെ പോകില്ലെന്നല്ല. അത് വായിക്കാം. 12-ാമത്തെ വാക്യം, അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. വഴിയേ പോകുന്നവർ, ഇന്ന് വരെ ഇതിലെ കയറാത്തവർ കയറി അതിനെ ഭരിക്കുന്നു, അതിൻ്റെ ഫലം പറിക്കുന്നു. അടുത്ത പന്നി, കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, സകല ജന്തുക്കളും അതിനെ തിന്നുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല സുരക്ഷിതമായി നിന്ന സമയമാണ്. അപ്പോൾ എല്ലാം അങ്ങ് വളർന്ന് പർവ്വതങ്ങളെ വരെ മൂടി അങ്ങ് വലിയ ഒരാളായപ്പം ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവം അന്നേരം ആ മതിൽ പൊളിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിൻ്റെയും എൻ്റെയും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ചെതറിച്ചു കളയും, മറച്ചിടും. നോക്കൂ, ഒരു മുന്തിരിവള്ളി വളർന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മതിൽ പൊളിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഞങ്ങൾക്കിനി ഒരിക്കലും ഒരു അബദ്ധം ഉണ്ടാവില്ല, ഞങ്ങളെ സമുദ്ധരിക്കണമേ, ഞങ്ങളെ പുതുക്കി പണിയണമേ. ഞങ്ങൾക്ക് തെറ്റു മനസ്സിലായി, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരെ